നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വിട്ടതിലേക്കോ കളർ കൊണ്ടല്ല, നിന്റെ ശബ്ദം കൊണ്ടല്ല. കാക്കയുടെ കളർ എല്ലാവർക്കും ഇഷ്ടമല്ല, ശബ്ദം എല്ലാവർക്കും ഇഷ്ടമല്ല. പക്ഷേ കളർ ഇവിടെ വിഷയമല്ല, ശബ്ദം ഇവിടെ വിഷയമല്ല. ദൈവത്തെ അനുസരിക്കുന്നവൻ ഒരു ചരിത്രമാകും, ദൈവത്തെ അനുസരിക്കുന്നവൻ ഒരു അനുഗ്രഹമാകും, യേശുവിൻ നാമത്തിലാകും. ഈ എന്തെങ്കിലുമൊക്കെ ദുസ്വഭാവങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വിട്ടതിലേക്കോ ഉപേക്ഷിച്ചതിലേക്കോ ഒക്കെ പോകാൻ തോന്നുന്നുണ്ടോ? വിട്ടുകളഞ്ഞതിലേക്ക് തിരിയാൻ തോന്നുന്നുണ്ടോ? യേശു പറഞ്ഞ ഒറ്റ ഒരു വഴിയേ ഉള്ളൂ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കുറയുമ്പം ടെംപ്ടേഷൻ കൂടും, പ്രാർത്ഥന കൂടുമ്പോൾ ടെംപ്ടേഷൻ നിങ്ങളെ വിട്ടുപോകും. പ്രാർത്ഥന കുറയുമ്പോൾ പല പ്രലോഭനങ്ങളും നിങ്ങൾക്കുണ്ടാകും, പ്രാർത്ഥന വർദ്ധിക്കുമ്പോൾ പ്രലോഭനങ്ങൾ നിങ്ങളെ വിട്ടുപോകും. എല്ലാ ഈവിൾ ടെംപ്ടേഷൻസിനെയും, എല്ലാ പൈശാചിക പ്രലോഭനങ്ങളെയും, ജഡത്തിൽ ഉയരുന്ന സകല ഈവിൾ ടെംപ്ടേഷനെയും യേശു